ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്ന് BJP നേതാക്കൾ. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരിയുടെ ക്രിസ് മീറ്റ് 2024 കോഴിക്കോട്ട്. ഭക്തിയുടെ നിറവിൽ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രീതി ഹോമം. കല്ലായിപ്പുഴ കയ്യേറ്റത്തിനെതിരെ കൊച്ചുകുട്ടികളും വീഡിയോ വൈറലായി. കോഴിക്കോട് ജില്ലാ ബസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ചേർന്നു. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ജനുവരി 4 മെഗാ ക്രിസ്തുമസ് ഘോഷയാത്ര ഫെലിക്സ് നദാലിസ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, ഫാദർ ജോൺ, ഫാദർ അഗസ്റ്റിൻ മാത്യു എന്നിവർക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസാ കാർഡ് കൈമാറി. BJP നേതാക്കളും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. BJP ദേശീയ തലത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ CMI, മാനേജർ ഫാദർ അഗസ്റ്റിൻ K. മാത്യു എന്നിവർക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് പുതുവത്സര ആശംസാ കാർഡ് കൈമാറി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ, നോർത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി P. രജിത് കുമാർ, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി P. വാസുദേവൻ നമ്പൂതിരി എന്നിവരും സംബന്ധിച്ചു. പൂക്കാട് കലാലയം, കൊയിലാണ്ടി ഫിഷിംഗ് ഹാർബർ, പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ, MT വാസുദേവൻ നായരുടെ വസതി എന്നിവിടങ്ങളിലും കേന്ദ്രമന്ത്രി സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി സംഘടിപ്പിച്ച ക്രിസ് മീറ്റ് 2024 മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കേക്ക് മുറിച്ച് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ക്രിസ് മീറ്റ് 2024 പാറോപ്പടി സെന്റ് ആന്റണീസ് ഫെറോന ചർച്ചിൽ നടന്നു. മന്ത്രി AK ശശീന്ദ്രൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. വീട് പീഡിപ്പിക്കുന്നതിനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ടുള്ള സഹനമാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എത്രത്തോളം ആത്മാർത്ഥമായി സഹനശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമോ അങ്ങനെ നിങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ശ്രമിക്കും എന്ന വാഗ്ദാനമാണ് ചെയ്യുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയൽ ക്രിസ്മസ് ദിന സന്ദേശം നൽകി. സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സുരക്ഷിതത്വത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച ധാരാളം ആളുകൾ കത്തോലിക്ക കോൺഗ്രസിൽ ഈ ഒരു നൂറ്റാണ്ടിനുള്ളിൽ കടന്നുപോയിട്ടുണ്ട്. ആ വലിയൊരു പാരമ്പര്യം ഈ അൽമായ സംഘടനയുടെ നേതൃത്വം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമാണ്. സമുദായ അംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് കത്തോലിക്ക കോൺഗ്രസിന് എല്ലാ കാലത്തുമുള്ളത്. സമുദായത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു സമുദായങ്ങളും മതങ്ങളുമായി വളരെ സ്നേഹത്തോടുകൂടി ഐക്യത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം നൽകുക എന്ന ലക്ഷ്യം ഇന്നത്തെ ഈ കൂടിവരവിൽ നമുക്കുണ്ട്. MLA അഹമ്മദ് ദേവർകോവിൽ, IG സേതുരാമൻ IPS, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് IAS, സ്വാമി വിവേകാമൃതാനന്ദപുരി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ C. ചാക്കുണ്ണി,
കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ബേബി കിഴക്കേ ഭാഗം തുടങ്ങിയവർ സംസാരിച്ചു. രൂപത ഡയറക്ടർ ഫാദർ സെബിൻ തൂമുളിലിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭക്തിയുടെ നിറവിൽ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രീതി ഹോമം. അറിയപ്പെടുന്ന ശനേശ്വര നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നാണ് തളിയിലെ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. ലോകപാലകായ ഇദം നമഃ ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഡിസംബർ 29 ഞായറാഴ്ച നടന്ന മഹാനവഗ്രഹ പ്രീതി ഹോമം ഭക്തി സാന്ദ്രമായി. രാവിലെ 6 മണിക്ക് സൂര്യ നമസ്കാരത്തോടെയാണ് പൂജാതി കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് മഹാന്യാസ പുരസ്സരം, രുദ്രാഭിഷേകം, നവഗ്രഹ ജപം, നവഗ്രഹ പൂജ എന്നിവ നടന്നു. തുടർന്ന് നടന്ന മഹാനവഗ്രഹ പ്രീതി ഹോമം വീക്ഷിക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. പൂർണാഹുതി, മഹാദീപാരാധന എന്നിവയും തുടർന്ന് നടന്നു. പൂജാ ഹോമാദി കർമ്മങ്ങൾക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രാഹുൽ വാദ്യ, ക്ഷേത്ര പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈശാനായ ലോകപാലകായ ഇദം നമഃ അസ്മേ രുദ്രാമേഹന പർവ്വതോ വൃത്രഹത്യേ ഫലഹൂതൗ സജോഷാഃ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കല്ലായിപ്പുഴ കയ്യേറ്റത്തിനെതിരെ കൊച്ചുകുട്ടികളും. പ്രകൃതിയുടെ ഭാഗമായ കല്ലായിപ്പുഴ മണ്ണിട്ട് നികത്തുന്നതിൽ ആശങ്കാകുലരായ കുട്ടികൾ പോലും കയ്യേറ്റത്തിനെതിരെ പ്രതികരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഇത് നമ്മുടെ കോഴിക്കോട്ടെ കല്ലായിപ്പുഴയില് മണ്ണിട്ട് നികത്തിയതാണ് കൂട്ടരെ. കഴിഞ്ഞ തലമുറ വരുന്ന തലമുറക്ക് കാത്തുവെച്ച കല്ലായിപ്പുഴയെ അടുത്ത തലമുറക്ക് കാണാൻ പോലും കഴിയൂല. അത്രക്ക് പുഴ സ്വകാര്യ ഭൂമിയാക്കി മാറ്റിക്കണം. കല്ലായിപ്പുഴ തീരത്തെ സ്വകാര്യ സ്ഥാപനം പുഴ കയ്യേറിയ സംഭവത്തിൽ കുട്ടികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. പ്രദേശം കളക്ടർ സന്ദർശിക്കണമെന്നാണ് വീഡിയോയിലൂടെ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. കല്ലായിപ്പുഴ കൈവിട്ടുപോയി മക്കളെ എന്ന പേരിൽ ഇറങ്ങിയ വീഡിയോയിൽ പുഴ കയ്യേറി മതിൽ കെട്ടി സ്വകാര്യ ഭൂമിയാക്കി മാറ്റിയ ചിത്രങ്ങളുമുണ്ട്. കയ്യേറ്റം തടയാൻ നാട്ടിൽ നിയമമില്ലേ എന്നും കളക്ടർ സന്ദർശിച്ച് നടപടി വേണമെന്നുമാണ് ആവശ്യം. ഇത് കല്ലായി പാലത്തിന് സമീപത്ത് മുമ്പ് മംഗളം പത്രത്തിന്റെ ഓഫീസ് നിന്ന സ്ഥലം ഇപ്പോൾ ഓഡിറ്റോറിയം ആക്കിയവരാണ് ബാക്ക് ഭാഗത്ത് പുഴ മുഴുവൻ മണ്ണിട്ട് നികത്തിയത്. എന്തായാലും നമ്മളെ കുട്ടിയൊക്കെ ഇനി ഭാവിയിലേക്ക് പുഴ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. ഈ കയ്യേറ്റം തടയാൻ നാട്ടിൽ നിയമമൊന്നുമില്ലേ? കല്ലായി പുഴ നശിപ്പിച്ച ഈ കയ്യേറ്റം ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഒന്ന് വന്ന് കാണണം. അത്രക്ക് കൈ കളിക്കണം. ഇത് ഞങ്ങളെ കുട്ടികളുടെ അപേക്ഷയാണ്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ പെട്ടെന്ന് തന്നെ ഒട്ടേറെ പേരാണ് കണ്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ ബസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ചേർന്നു. CITU ജില്ലാ സെന്ററിൽ ചേർന്ന യോഗം സെക്രട്ടറി M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ബസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ചേർന്നു. ജില്ലാ സെക്രട്ടറി M ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു.
2007 ഒരു കണക്കനുസരിച്ച് 34,000 ബസ് സർവീസുകൾ സ്വകാര്യ മേഖലക്കകത്ത് ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അപ്പോൾ ഒരു ജില്ലക്കകത്ത് അതിന് സമാനമായ നിലയിൽ 10,000-കണക്കിന് തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്ത് അവർ കുടുംബം പോറ്റിക്കൊണ്ടിരുന്ന ഒരു തൊഴിൽ മേഖലയായിരുന്നു. നമ്മുടെ പ്രൈവറ്റ് മോട്ടോർ വ്യവസായ മേഖലയിൽ ബസ് മേഖലക്കകത്ത് ഇത് പിന്നോട്ട് പോകുന്നതിന് ധാരാളം കാരണങ്ങളുണ്ടായി. ഒന്ന്, സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പം, 2 വീലറായാലും കാറായാലും ഒക്കെ സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പം പൊതുഗതാഗതത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് വലിയ കുറവുണ്ടാക്കി. അതിന് പുറമെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ഈ മേഖലയെ ഗൗരവതരമായ നിലയിലേക്ക് ബാധിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിനനുസരിച്ച് നമുക്ക് ചാർജ് കൂട്ടാൻ വേണ്ടി പറ്റാത്ത സാഹചര്യം ഉണ്ടായി. ബസ് വ്യവസായത്തിൻ്റെ പ്രത്യേകത, പൊതുഗതാഗത സംവിധാനത്തിൻ്റെ പ്രത്യേകത, സർക്കാരിനൊരു ചെലവുമില്ല, പക്ഷേ സർക്കാരിൻ്റെ ധാരാളം നിയന്ത്രണങ്ങളുള്ള മേഖലയാണിത് എന്നുള്ളതാണ് നമ്മുടെ തൊഴിൽ മേഖലയുടെ പ്രത്യേകത. സർക്കാരിന് ചെലവില്ലെന്ന് മാത്രമല്ല, സർക്കാരിന് വരവാണ്. നമ്മളെ ടാക്സുകൾ, നമ്മുടെ ഇൻഷുറൻസ്, അതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വരവുണ്ടാവുന്നു. സർക്കാരിനൊരു ചെലവുമില്ല, പക്ഷേ ധാരാളം നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ വ്യവസായത്തിൻ്റെ മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി. കെ അഭിലാഷ്, ജില്ലാ പ്രസിഡന്റ് സി മുരളി, യൂണിയൻ സെക്രട്ടറി പി പി കുഞ്ഞൻ, സി ജെ രാജു, മനോജ്, കെ കെ മമ്മു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം. ചിന്മയ മിഷൻ പാലക്കാടിലെ അശേഷാനന്ദ സ്വാമിജി യജ്ഞത്തിൽ ആചാര്യനായി. പാട്ടുത്സവത്തിന് മുന്നോടിയായാണ് ക്ഷേത്രത്തിൽ ഭാഗവത യജ്ഞം നടന്നത്. കാരപ്പറമ്പ് നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. സപ്താഹത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. സംപൂജ്യ അശേഷാനന്ദ സ്വാമിജി ചിന്മയ മിഷനാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി കെ സി രാജഗോപാല മേനോൻ, പി എ ജയചന്ദ്രൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി ജലം ജീവിതം ബോധവൽക്കരണ പരിപാടി നടത്തി. MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി NSS യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. MM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് പൊതുജനങ്ങളിൽ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് അമൃത് മിഷന്റെ സഹകരണത്തോടെ ജലം ജീവിതം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജലം ജീവിതം പരിപാടിയുടെ ഭാഗമായി പദയാത്ര, ജലസഭ, തെരുവ് നാടകം എന്നിവയും സംഘടിപ്പിച്ചു.
കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ വാവാട് അങ്ങാടിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൊടുവള്ളി മുനിസിപ്പാലിറ്റി ചെയർമാൻ വെള്ളറ അബ്ദു നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ബഷീർ, സക്കരിയ എളേറ്റിൽ, മെഹബൂബ് അലി, ഹനീഫ് പാലാഴി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. കോഴിക്കോട് രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫെലിക്സ് നദാലിസ് മെഗാ ക്രിസ്തുമസ് ഘോഷയാത്ര നടത്തുന്നു. ജനുവരി 4 വൈകിട്ട് വൈകുന്നേരം 4 മണിക്ക് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര 7 മണിക്ക് ബീച്ചിൽ സമാപിക്കും. 1000-ഓളം ക്രിസ്മസ് പാപ്പാമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നദാലിസ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ഈ വർഷം ക്രിസ്മസ് ഘോഷയാത്ര നടത്തപ്പെടുന്നത്. ഫെലിക്സ് നദാലിസ് ലത്തീൻ ഭാഷയിൽ നിന്ന് ഹാപ്പി ക്രിസ്മസ് എന്ന് അർത്ഥമാക്കുന്ന പദങ്ങൾ തന്നെയാണ് കടമഴിട്ടെടുത്തിരിക്കുന്നത്. ഈ തലക്കെട്ടോടുകൂടി നമ്മൾ ആരംഭിക്കുന്നത് ഉണ്ണിയേശുവിന്റെ ജനനം പള്ളിയുടെ അങ്കണത്തിൽ മാത്രം ഒതുക്കപ്പെടേണ്ട ഒരു ആഘോഷമല്ല. ആ ജനനം സ്നേഹത്തിന്റെ സംസ്കാരം വളർത്തുവാൻ, സ്നേഹത്തിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള ഒരു വലിയ ആഘോഷമായതിനാൽ കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ഫെലിക്സ് നദാലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര നഗരം ചുറ്റി ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കും. സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫ്ലാഷ് മോഡ് കൂടിയാണ് ഘോഷയാത്ര ആരംഭിക്കുക. കോഴിക്കോട് രൂപതാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സമാധാനത്തിന്റെ സന്ദേശമായ പ്രാവുകളെ പറപ്പിക്കും. ഘോഷയാത്ര വയനാട് റോഡ് വഴി CH ഓവർബ്രിഡ്ജിലൂടെ ബീച്ചിലെത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. മേരിക്കുന്ന നിർമ്മല നഴ്സിംഗ് സ്കൂളിന്റെ തീം സോങ് പ്രസന്റേഷൻ, ഫ്യൂഷൻ ഡാൻസ്, നാടകം തുടങ്ങിയ കലാപരിപാടികളും സമാപന വേദിയിൽ അരങ്ങേറുമെന്ന് കോഴിക്കോട് രൂപതാ വികാരി ജനറൽ ജെൻസൺ പുത്തൻവീട്ടിൽ, കോഴിക്കോട് ഫെറോന വികാരി ഫാദർ ജെറോം ചിങ്ങന്തറ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സോജൻ ആലുക്കൽ, സിസ്റ്റർ പ്രീതി, എൽവിസ് എന്നിവർ അറിയിച്ചു. ഒത്തിരി സാന്താക്ലോസ്, 1000-ലേറെ സാന്താക്ലോസ്മാരാണ് നിരക്കുന്ന നൂറുകണക്കിന് വൈദികരും സിസ്റ്റേഴ്സും ഈ കോഴിക്കോട് രൂപതയിലെ മലപ്പുറം, വയനാട്, മാഹി തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന അനേകായിരങ്ങൾ പങ്കെടുക്കുന്ന, അനേകായിരങ്ങൾ സ്നേഹത്തിന്റെ ഒരു ആഘോഷമാക്കുവാൻ പോകുന്ന ഒരു ചടങ്ങായിരിക്കും ഫെലിക്സ് നദാലിസ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറൂഖ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ അരങ്ങേറി. ഫറൂഖ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവിതം ഒരു ഇന്റർനെറ്റിന്റെ യുഗത്തിലാണ്. വിരുദ്ധം അമർത്തിയാൽ നമുക്ക് ലോകത്തെ കീഴടക്കാൻ പറ്റാവുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നടക്കുന്നത്. അത് മൊബൈൽ ഫോണാണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും ഏത് സംവിധാനമാണെങ്കിലും പുതിയ യുഗത്തിലൂടെ കടന്നു പോയിട്ട് നമുക്ക് വലിയ വിപത്ത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിത്യേന ദിവസേന ദൃശ്യ പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെയിൽ മുമ്പൊന്നുമില്ലാത്ത രൂപത്തിൽ വളർന്നു വരുന്ന ഒരു പ്രവണത അറിഞ്ഞും അറിയാതെയും ആ രൂപത്തിലുള്ള കാലഘട്ടത്തിലാണ് ഇന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയും. ഞാൻ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഭവം നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന സംഭവമാണ്. ഞാനും എൻ്റെ കുടുംബവും അതിൻ്റെ മോചിതരാണ് എന്ന് എനിക്ക് വിശ്വസിക്കാം, പല കുടുംബത്തിലും അതുപോലെ വിശ്വസിക്കാം. പക്ഷേ വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെവിടെ വരെ എത്തി എന്നുള്ള കാര്യത്തിലെ നിയന്ത്രിക്കാൻ നമ്മൾ സാധിക്കുന്നു. നമ്മളെ കുട്ടികൾ വഴിതെറ്റി പോകുന്നൊരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കുട്ടികൾക്കല്ല. മക്കളെ തിരിച്ചു കൂട്ടുന്ന സാഹചര്യം, അവരെ സ്നേഹിക്കുന്ന കാലഘട്ടം, അവരുമായി ഒത്തൊരുമിച്ച് പോകുന്ന സാധ്യത, ഈ സാഹചര്യങ്ങളൊന്നും ഇന്നില്ലാതായിരിക്കുക. അസോസിയേഷൻ പ്രസിഡന്റ് T റാബിയ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുഷമ ബാബു, കൗൺസിലർ K കമറുൽ ലൈല, പ്രസിഡന്റ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് T രാധാകൃഷ്ണൻ,
സെക്രട്ടറി സക്കീർ പറക്കാട്ട്, അഭിലാഷ് തുറക്കൽ, രവീന്ദ്രൻ മേലാട്ട്, രസ്ന പാലക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നല്ലൂർ ഫിഫ ട്രഫ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല സഹകരണ ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് KCEU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി MK ശശി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് യൂണിറ്റ് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ അശ്വിൻ, C ഷിജു, N രാജീവൻ, T കുഞ്ഞിമരക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിജയികൾക്ക് 15,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും, രണ്ടാം സ്ഥാനക്കാർക്ക് 7,500 രൂപ പ്രൈസ് മണിയും ട്രോഫിയും സമ്മാനമായി നൽകി. ടൂർണമെന്റിൽ MVR സ്ട്രൈക്കേഴ്സ് വിജയികളായി. 3-നെതിരെ 5 ഗോളുകൾക്ക് കരുവൻതുരുത്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെയാണ് അവർ പരാജയപ്പെടുത്തിയത്. മടവൂർ CM മഖാം ഓർഫണേജ് കമ്മിറ്റിക്ക് കീഴിൽ ആരംഭിച്ച മടവൂർ പാലസ് ഇവന്റ് ആൻഡ് കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നാടിന്റെ ആഘോഷമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ MK മുനീർ MLA അധ്യക്ഷത വഹിച്ചു. VIP ഹാളിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ചാരിറ്റി ഫണ്ട് കൈമാറ്റം അഡ്വക്കേറ്റ് PT റഹീം MLA നിർവഹിച്ചു. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സന്തോഷ് മാസ്റ്റർ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി U ഷറഫുദ്ദീൻ, MA റസാഖ് മാസ്റ്റർ, മാമ്പറ്റ ശ്രീധരൻ, KC അബു, TP ജയചന്ദ്രൻ മാസ്റ്റർ, PK നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരും സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹ സന്ദേശ യാത്രയുടെ ഭാഗമായി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്ന് BJP നേതാക്കൾ. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരിയുടെ ക്രിസ് മീറ്റ് 2024 കോഴിക്കോട്ട്. ഭക്തിയുടെ നിറവിൽ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നവഗ്രഹ പ്രീതി ഹോമം. കല്ലായിപ്പുഴ കയ്യേറ്റത്തിനെതിരെ കൊച്ചുകുട്ടികളും, വീഡിയോ വൈറലായി. കോഴിക്കോട് ജില്ലാ ബസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കൺവെൻഷൻ ചേർന്നു. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ ജനുവരി 4-ന് മെഗാ ക്രിസ്തുമസ് ഘോഷയാത്ര ഫെലിക്സ് നദാലിസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.